തൃക്കാക്കര കൊച്ചിൻ പബ്ലിക് സ്കൂളിൽ 5ാം ക്ലാസ്സുകാരനെ ഇരട്ടമുറിയിൽ ഒറ്റയ്ക്കിരുത്തിയ സംഭവത്തിൽ പ്രതിഷേധം വലിയ തോതിൽ ഉയരുകയാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും സ്കൂളിന് അനുകൂലമായി കുട്ടികളെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് പറയുന്നുണ്ട്. പ്രതിഷേധങ്ങൾ കാണാം ആദ്യം. ബെല്ലടിക്കും. 15 മിനിറ്റ്സ് കുട്ടികൾക്ക് വാമപ്പാണ്. നമ്മുടെ സുംബ അല്ലെങ്കിൽ നമ്മുടെ എയറോബിക്സ് പോലെയുള്ള ആക്ടിവിറ്റീസാണ് രാവിലെ 15 മിനിറ്റ്സ് എന്ത് ചെയ്യാറ് നടക്കാറ്. ആ 15 മിനിറ്റ്സ് നമ്മൾ എന്ത് ചെയ്യില്ല, കുട്ടികൾ വൈകി വന്ന ആ സെഷൻ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറയും. വരുന്ന കുട്ടികളെ അതിനുശേഷം 2 റൗണ്ട് ജോഗിങ്, അതാണ് സ്ഥിരമായി ചെയ്യാറുള്ളത്. ഈ കുട്ടി മാത്രമല്ല, 8-10 കുട്ടികളുണ്ടായിരുന്നു, എല്ലാവരും ജോഗിങ് ചെയ്തു. ഈ കുട്ടി സ്ഥിരമായി വൈകി വരുന്നതാണ്, 5 പ്രാവശ്യത്തിൽ കൂടുതലായി വൈകി വരുന്നു. ആ കുട്ടിയുടെ പാരൻസ് ആണ് കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പാരൻസ് വരട്ടെ, പാരൻസോട് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. PTA തീരുമാനത്തോടെയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇതായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികളോട് ഞാൻ ചോദിച്ചു, ഹെഡ് ബോയ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, മക്കളെ നിയമം നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ? അറിയാലോ. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എന്താണ് ഈ പ്രതിഷേധം എന്ന് ചോദിച്ചു. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ കൊച്ചുമക്കൾ സ്കൂളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അത്ര ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. സ്നേഹം ഓൺലൈൻ കൂടി ചേരുകയാണ്. സ്നേഹ, അങ്ങനെ അലിഖിത നിയമം ആ സ്കൂളിൽ മാത്രം നടപ്പാക്കുന്നു. അങ്ങേയറ്റം വിചിത്രമായിട്ടുള്ള നടപടി. വൈകി വരുന്ന വിദ്യാർത്ഥിയോട് സ്വാഭാവികമായും എന്തെല്ലാം രീതിയിൽ ലിഖിതമായിട്ടുള്ള എഴുതപ്പെട്ടിട്ടുള്ള നിയമാവലികൾ അനുസരിച്ചൊക്കെ തന്നെയുള്ള കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താം. ഇതല്ലാതെ അങ്ങേറ്റം പ്രാകൃതമായ രീതിയിൽ ഈ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും ഈ 5ാം ക്ലാസ്സുകാരനോട് 11 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിയോടുണ്ടായത് എങ്ങനെയാണ്? അതിൻ്റെ ആഘാതമടക്കം ആ കുഞ്ഞിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല എന്ന നിലയിലാണ് പ്രതികരണങ്ങളൊക്കെയും വരുന്നത്. സ്നേഹ, പിന്നീട് ഉയർന്ന പ്രതിഷേധങ്ങൾ എങ്ങനെയായിരുന്നു? പ്രജീഷ്, ആദ്യം തന്നെ അതായത് ഈ കുട്ടിക്ക് ഇത്തരത്തിൽ ശിക്ഷാ നടപടി നൽകി എന്ന് സ്കൂൾ അധികൃതർ കുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചു. അതിനുശേഷം മാതാപിതാക്കൾ ഇവിടെ സ്കൂളിൽ എത്തുമ്പോൾ കാണുന്നത് കുട്ടിയെ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുത്തി എന്നതാണ്. അതിനുശേഷം ഈ പ്രിൻസിപ്പലിനടുത്ത് ഈ മാതാപിതാക്കൾ സംസാരിച്ചിരുന്നു. ആദ്യം തന്നെ കുട്ടിയെ TC നൽകി പറഞ്ഞു വിടും എന്ന് തന്നെയായിരുന്നു ഈ പ്രിൻസിപ്പൽ മാതാപിതാക്കളെ അറിയിച്ചിരുന്നത്. അത് തന്നെയാണ് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ കാരണമായത്. തുടർന്ന് SFI അതുപോലെ തന്നെ KFC തുടങ്ങി വിദ്യാഭ്യാസ സംഘടനകളൊക്കെ എത്തി പ്രതിഷേധം നടത്തിയിരുന്ന ഒരു തീരുമാനം, അതായത് എന്താണ് ഇനി ഇവർക്കെതിരെ, ഈ കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഇരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വേണം. അതോടൊപ്പം തന്നെ കർശനമായ നടപടിയും അവർക്ക് നേരെ സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു വിശദീകരണം എന്ന് പറയുന്നത് 8:25 സ്കൂൾ അസംബ്ലി തുടങ്ങും. അതിനുശേഷം വൈകി എത്തുന്നവർ സ്കൂൾ അസംബ്ലി കഴിയുന്നത് വരെ പുറത്ത് നിൽക്കണം, അതായത് സ്കൂളിന് പുറത്ത് നിൽക്കണം. ഈ അസംബ്ലി കഴിഞ്ഞതിന് ശേഷമേ സ്കൂളിലേക്ക് ഇവർ കയറാമുള്ളൂ എന്നതാണ്. ഇനി വൈകി എത്തിയാൽ തന്നെ ഒരു 3 റൗണ്ട് ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ കൂടി അവർ ഓടണം. അതൊരു വാമപ്പിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി മാത്രമാണ്, അല്ലാതെ ഒരു ശിക്ഷാ നടപടി അല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കുട്ടിയുടെ മാതാപിതാക്കളടക്കം പറയുന്നത് സ്കൂൾ ബസ് 10 മിനിറ്റ് വൈകിയാണ് എത്തിയിരുന്നതെന്നാണ്. പക്ഷേ സ്കൂൾ ബസ്സിൽ വന്ന കുട്ടികൾക്കൊന്നും ശിക്ഷ നൽകിയിരുന്നില്ല. സ്ഥിരമായി ഈ മാതാപിതാക്കൾ അങ്ങേറ്റം അപലപിക്കേണ്ടതാണ്. മാത്രമല്ല, ഇങ്ങനെ ഉണ്ടാകുന്ന, കാരണം കുട്ടികളുടെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചുള്ള കുഞ്ഞിന് മറ്റേതെങ്കിലും തരത്തിലുണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ, ഭയപ്പാട്, ഇതൊക്കെ അതിൻ്റെ ജീവിതത്തെ പോലും, ഭാവി ജീവിതത്തെ പോലും ബാധിച്ചേക്കാം. ഒരു ഇരുട്ടറയിലേക്ക് നമ്മളെയൊക്കെ കൊണ്ടിടുക, എത്ര മിനിറ്റ് നമ്മളൊരു ചെറിയൊരു സ്ഥലത്ത് പോലും അകപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ശിക്ഷാ നടപടി അത് വലിയ രീതിയിൽ അതിൽ ഇടപെടലുണ്ടാകണം. വിദ്യാഭ്യാസ മന്ത്രി അടക്കം അപലപിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉൾപ്പെടെയുള്ള കമ്മിറ്റികളുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിലൊരു നടപടി ഉണ്ടാകണം. ആരാണ് ചെയ്തത് എന്ന കാര്യത്തിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമോ? ഈ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരാണെങ്കിൽ അധ്യാപകർക്കെതിരെയൊക്കെ നടപടിക്കുള്ള സാധ്യതകൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഉറപ്പുണ്ടായിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ? ഏതായാലും കുട്ടികളുടെ ബന്ധുക്കളും മാതാപിതാക്കളും അതുപോലെ തന്നെ പ്രിൻസിപ്പലുമായി നീണ്ട നേരത്തെ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ സ്കൂൾ അധികൃതർ
ഇത്തരത്തിൽ ഈ കുട്ടിയെ ഒരു ഇരുട്ടുള്ള മുറിയിൽ ഇരുത്തിയതായി സമ്മതിക്കുന്നുണ്ട് എന്ന് കുട്ടിയുടെ ബന്ധുക്കളൊക്കെ തന്നെ നമ്മളെ അറിയിച്ചിരുന്നു. സ്കൂൾ അതായത് കുട്ടിയെ ഇരുട്ടുമുറിയിൽ ഇരുട്ടിയവർക്കെതിരെ നടപടി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടാകും എന്നും അവർ അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതർ ഇവരെ എത്തി പരിശോധനകൾ നടത്തിയത്. പക്ഷേ പോലീസിന് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിട്ടില്ല. സ്കൂൾ മാനേജ്മെൻറ്റിന് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മാനേജ്മെൻറ്റ് ഏതായാലും ഇത്തരത്തിൽ ഈ കുട്ടിയെ ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ടിരുത്തിയവർക്കെതിരെ തക്ക ശിക്ഷ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൽ കുട്ടിയെ TC നൽകി പറഞ്ഞു വിടുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ഒരു തീരുമാനത്തിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കുട്ടിക്ക് ഇവിടെ തന്നെ തുടരാം, ഇവിടെ തന്നെ തുടർന്ന് പഠിക്കാം എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. ഏതായാലും വിദ്യാഭ്യാസ വകുപ്പെത്തി ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. കുട്ടിയും അതുപോലെ തന്നെ ഈ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുമുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും ഒക്കെ സ്കൂളിൽ നിന്ന് കുട്ടിയെ അല്പസമയം മുമ്പാണ് കൂട്ടിക്കൊണ്ട് പോയത്. എന്തായാലും മാനേജ്മെന്റ് പറയുന്നതനുസരിച്ച് ഇത് സ്വാഭാവികമായൊരു നടപടി മാത്രമാണെന്നാണ്. പക്ഷേ ആദ്യമായാണ് ഈ സ്കൂളിൽ ഒരു കുട്ടിയെ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കൊണ്ട് ഇരുത്തിയത് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മാനേജ്മെന്റ് പറയുന്നത് അതൊരു ഇരുട്ടുമുറി ആയിരുന്നില്ല. മുകളിൽ സ്കൂളിൻ്റെ രണ്ടാമത്തെ നിലയിൽ പ്രവർത്തിക്കുന്ന ലാബായിരുന്നു. അവിടെ കുറച്ച് വൈകിയാണ് ഈ ലൈറ്റ് ഇട്ടത്. അതുകൊണ്ടാണ്. പക്ഷേ ഈ കുട്ടി ഏറെ പരിഭ്രാന്തനായിരുന്നു എന്നൊരു കാര്യം അത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ വന്ന് നോക്കുമ്പോൾ കുട്ടി ശരിക്കും ഒരു മനോവിഷമത്തിൽ തന്നെയായിരുന്നു. അതുതന്നെയാണ്, അതായത് ഈ സ്കൂളിൻ്റെ എത്രയാണെങ്കിലും ഡിസിപ്ലിൻ്റെ ഭാഗമായി ഒറ്റയ്ക്കിരുത്തുമ്പോൾ കുട്ടിക്കുണ്ടാകുന്ന ഒരു മാനസിക ഒരു വിഷമം അതൊക്കെ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതാണ്.